മമ്മി എന്റെ വന്നൊക്കെ കൊച്ചിന് വട്ടയപ്പം ഇഷ്ടമല്ലേ? അപ്പൊ ഇന്ന് മമ്മി ഒരു സ്പെഷ്യൽ വട്ടയപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എങ്ങനെയാന്ന് കാണിച്ചു തരട്ടെ? ഓക്കെ. അപ്പൊ മമ്മി വട്ടയപ്പത്തിന്റെ മാവെല്ലാം അരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് സ്പെഷ്യൽ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് കൊക്കോ പൗഡർ. അപ്പൊ കൊക്കോ പൗഡർ ഇട്ടിട്ട് നമുക്ക് ഞാൻ കുറച്ച് മാവ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ഇതൊരു സ്പെഷ്യൽ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. കണ്ടോണം. ഇവിടെ ഇപ്പം കൊക്കോ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇനി അപ്പത്തിന്റെ മാവ് ഒഴിച്ചു കൊടുക്കാവേ. നമ്മുടെ കൊക്കോ പൗഡറൂടെ ഒഴിച്ചു കൊടുക്കാം. കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചുമ്മാ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ എന്തായെന്ന് നമുക്ക് നോക്കാവേ. അപ്പൊ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് വെന്തോന്ന് നോക്കാം. ഓക്കെ, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫാക്കി ചൂട് പോകാൻ വേണ്ടി ഒന്ന് ആർച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് മുറിക്കാം. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ? ഇത് കണ്ടോ? അപ്പൊക്കെ കണ്ടോ? ഇവിടെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. I think it tastes so good. I think so. To make me hungry. ഓക്കെ, നമുക്കൊന്ന് മുറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഇത് കണ്ടോ? നമ്മുടെ അപ്പം കണ്ടോ? അങ്ങനെ ഇരിക്കുന്നതെന്ന് കാണാൻ ഭംഗിയുണ്ടല്ലേ? തിന്ന് നോക്കിക്കേ, ടേസ്റ്റ് ഉണ്ടോന്ന്. സൂപ്പറാണോ? ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതുണ്ടോ? ഞാൻ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് കൂടുതൽ ചോക്ലേറ്റിന്റെ ഇത് വെച്ചിട്ട് ഫുള്ളായിട്ട് ഉണ്ടാക്കി നോക്കാവേ എങ്ങനെയുണ്ടെന്ന്. നമുക്ക് നമ്മുടെ വൈറ്റ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഡിസൈൻ ചെയ്ത് കൊടുത്തോട്ടെ. ചോക്ലേറ്റ് വണ്ണം എന്തായെന്നൊന്ന് നോക്കാവേ. കണ്ടോ? ഇനി നമുക്ക് ഇത് വെന്തോന്നൊന്ന് നോക്കട്ടെ. വെന്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇഡലി തട്ടിലൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കാവേ എങ്ങനെയുണ്ടെന്ന്. അതിന് ആദ്യം നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കൊക്കോ പൗഡർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാവേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം കേട്ടോ. എൻ്റെ ഈ വെറൈറ്റി വട്ടയപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.